ഹായ് എല്ലാവർക്കും നമസ്കാരം. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമിയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലുള്ള മരട് എന്ന സ്ഥലത്ത് റോസ്മേരി ചേച്ചി നമുക്ക് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയാലോ? ഹായ് നമസ്കാരം, വെൽക്കം ടു മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാലിമി. ഇന്നത്തെ ഫൺ ഫാലിമിയുടെ ഫൺ റൈഡിൽ നമ്മൾ വിളിച്ചേക്കുന്നത് നമ്മുടെ സ്വന്തം റോസ്മേരി ചേച്ചിയാണ്. അപ്പോൾ ചേച്ചിയുടെ പേരും ഈ വീടും അല്ലാണ്ട് വേറെ ഒരു ഐഡിയയും എനിക്കില്ല. ചേച്ചി എന്ത് ചെയ്യുന്നു എന്നുള്ളതിനെ പറ്റി ഒന്നും അറിയില്ല, ചേട്ടനെ പറ്റിയിട്ട് ഒരു ധാരണയില്ല. അപ്പോൾ ചേച്ചിയോട് തന്നെ ചോദിക്കാം. ചേച്ചി നമസ്കാരം, വെൽക്കം ടു ദി ഷോ. അപ്പോൾ ചേച്ചി തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ തന്നാലും. എൻ്റെ പേര് റോസ്മേരി, ഞാൻ നേഴ്സായിട്ട് ലക്ഷർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുകയാണ്. ഇത് സിബിൻ, പർച്ചേസിംഗ് ഓഫീസറായിട്ട് നെസ്റ്റ് ഹൈപ്പർ മാർക്കറ്റിൽ വർക്ക് ചെയ്യും. ഇപ്പം കോഴിക്കോട്. എത്ര വർഷമായി നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട്? 11 അല്ലേ? 13. 2 വർഷം ചേച്ചി. എങ്ങനെ അറേഞ്ച് മാരേജ് ആയിരുന്നു, ലവ് മാരേജ് ആയിരുന്നു? അറേഞ്ച് പ്ലസ് ലവ് ആയിരുന്നു. അതെങ്ങനെയാ? ഞങ്ങൾ ഒരുമിച്ച് +2 ഒരു ക്ലാസ്സിലിരുന്ന് പഠിച്ചാണ്. ഓക്കെ, അപ്പൊ അത് ലവ് മാരേജ് അല്ലേ? അപ്പൊ അത് ഫ്രണ്ട്ഷിപ്പ് ആയിരുന്നു, ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നെ ഭാവിയിൽ ഒരു മാരേജ് എന്നുള്ളതൊക്കെ ചിന്തിച്ചപ്പോ അപ്പൊ ആ ഫ്രണ്ട് തന്നെ ആയിക്കോട്ടെ ഞങ്ങൾ വിചാരിച്ചു. വീട്ടുകാർക്ക് എതിർപ്പും കാര്യങ്ങളും ഇല്ല, വീട്ടുകാരായിട്ട് അങ്ങോട്ടും കൂടെ സംസാരിച്ച് വേറെ കുഴപ്പമൊന്നുമില്ല. ഞാൻ ആദ്യം ഇവിടെ അവതരിപ്പിച്ച്, പിന്നെ അവിടെ അവതരിപ്പിച്ച്, പിന്നെ പോയി സംസാരിച്ച് ക്ലിയർ. അത് ശരി. എന്തായാലും വേറൊരു നല്ലൊരു സന്തോഷമുള്ള ഒരു മുഹൂർത്തത്തിലാണ് ഞങ്ങളിപ്പോ വന്നേക്കുന്നത്. കാരണം ഈ വീട്ടിലേക്ക് ആദ്യമായിട്ട് വന്ന ഗസ്റ്റ് ഞങ്ങളാണ് അല്ലേ? ഈ വീട് ഇപ്പൊ ഇതിന്റെ ഹൗസ് വാമിംഗ് കഴിഞ്ഞിട്ട് 3 ദിവസം ആയിട്ടുള്ളൂ. ചേട്ടാ, വിശേഷങ്ങൾ എങ്ങനെയുണ്ടായിരുന്നു? ആ ഒരു സ്ട്രഗിൾ, വീട് പണിയാനുള്ള ഏകദേശം ഒരു 1.5 year ജേണി ആയിരുന്നു. അപ്പോ ഏകദേശം ഒരു വാലന്റൈൻസ് ഡേക്ക് ആയിരുന്നു ഞങ്ങൾ ഇതിന്റെ തറക്കല്ലിട്ടത്. ഒരു ആഗ്രഹമായിരുന്നു 1 year നെക്സ്റ്റ് വാലന്റൈൻസ് ഡേക്ക് തീർക്കണം തന്നെയായിരുന്നു പ്ലാൻ. പക്ഷെ ഒരു 1.5 മാസം കൂടി ഡിലേ വന്നു. അപ്പോ ഫസ്റ്റത്തെ ഗസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളാണ്. ചേട്ടനെ പറ്റി പറഞ്ഞു. ഇനി പിള്ളേരെ പറ്റിയിട്ട്. മൂത്താള് സാന്റാ മരിയ, നെക്സ്റ്റ് 8th സ്റ്റാൻഡേർഡിലേക്ക് ഗ്രിഗോറിയൻ സ്കൂളിലാണ് പഠിക്കുന്നത്. അലൻഡ നെക്സ്റ്റ് 5th ഗ്രിഗോറിയൻ. രണ്ടുപേരും ഗ്രിഗോറിയനിലാണ് പഠിക്കുന്നത്. എന്റെ ബ്രദറിന്റെ കുട്ടിയാണ് ജോഹൻ ഇപ്പൊ 2nd സ്റ്റാൻഡേർഡിലേക്ക്. അപ്പൊ റോസ് ചേച്ചി നേഴ്സാണ്. പൊതുവേ ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ട് വീട്ടുകാര്യങ്ങളിൽ അധികം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റില്ല, ഭയങ്കര ബിസി ആയിരിക്കും. ചേച്ചി എങ്ങനെ ഇത് രണ്ടും മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോണേ? ഇപ്പൊ ഞാൻ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 12 വർഷമായി. അപ്പൊ ഞാൻ അത് അഡ്ജസ്റ്റഡ് ആയി. ഇപ്പോ നമ്മളിവിടെ വന്നേക്കുന്നതിന്റെ ഉദ്ദേശം എന്താന്ന് ചേച്ചിക്ക് അറിയാം, ചേട്ടൻ അത് അറിയോ? ഇല്ല, എന്നോട് പറഞ്ഞിട്ടില്ല, എന്താണെന്ന് അറിയില്ല. ഞങ്ങൾ വരുമെന്ന് പറഞ്ഞായിരുന്നു. അത് വരുന്നു പറഞ്ഞിരുന്നു. അത് ഞാൻ പ്രിപ്പയർ അല്ല, മീൻസ് എന്താണെന്ന് പറഞ്ഞിട്ടില്ല. എന്നാ ആ സസ്പെൻസ് ഞങ്ങൾ അങ്ങ് പൊളിക്കുകയാണ്. ഇവിടെ ഞങ്ങൾ വെറുതെ വലിഞ്ഞു കയറി വന്നതല്ല, ചേട്ടനൊരു പണി തരാൻ വേണ്ടിയിട്ട് വന്നതാണ്. ഓക്കെ, ചേച്ചി പ്രത്യേകം വിളിച്ചു പറഞ്ഞു എൻ്റെ ഒരു ഭർത്താവുണ്ട്, പർച്ചേസ് മാനേജറാണ്, ഇവിടെ വീട്ടിലെ പണിയൊന്നും എടുക്കൂല, അപ്പൊ നിങ്ങളൊന്ന് ഒരു 2-3 കട്ട പണി കൊടുക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി ഞങ്ങൾ ഇവർക്കൊക്കെ അറിയാം. അത് ശരി. ഓക്കെ, അപ്പോ ചേട്ടൻ ഞങ്ങൾ വന്നതിന്റെ ഉദ്ദേശം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ചേട്ടൻ ഒരു ചെറിയ പണി തരാൻ വേണ്ടിയിട്ടാണ്. ആ പണി എന്താണെന്ന് എനിക്ക് ഒരു ധാരണയില്ല. അത് ചേച്ചി എന്തോ മനസ്സിൽ കണ്ടിട്ടുണ്ട്. ചേട്ടൻ കൈവയ്ക്കാത്തൊരു മേഖലയിൽ ചേട്ടൻ ഒരു ടാസ്ക് തരാനായിട്ട്. ചേച്ചി, യെസ്, നമുക്ക് കുക്കിംഗ് തന്നെ കൊടുക്കാം. കുക്കിംഗ് കൊടുക്കാം. കുക്ക് ചെയ്യാറുണ്ടോ ചേട്ടൻ? ഇല്ല, സുഖം പരിപാടിയായ ചപ്പാത്തി ഹാഫ് കുക്കഡ് ജസ്റ്റ് ഇതാക്കി വെക്കോളൂ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുള്ളൂ. കുക്കിംഗ് ആയിട്ടൊന്നും ചെയ്യാറില്ല. ബ്രെഡ് ഓംലെറ്റ് ഇതൊക്കെ. അപ്പൊ നമുക്ക് ആ ടാസ്ക് ഒന്നും വേണ്ട, കുറച്ച് കനത്തിലുള്ള ടാസ്ക് കൊടുക്കാം. ചേച്ചി തന്നെ പറ, എന്താ നമുക്ക് കൊടുക്കണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റംസ് നമുക്ക് എന്തെങ്കിലും കൊടുത്താലോ? നല്ല വിശപ്പുണ്ട്, നല്ല സമയത്താ വന്ന് പെട്ടേക്കണേ. ചേട്ടൻ ആദ്യമായിട്ട് കുക്ക് ചെയ്യുന്ന കാരണം പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലല്ലോ അല്ലേ? അല്ല, അല്ലറ ചില്ലറ കുക്കിംഗ് ഒക്കെ അറിയാം അത്യാവശ്യം. അപ്പൊ നമുക്ക് ചേട്ടന്റെ ഫേവറേറ്റ് ഫുഡായ പുട്ട് തന്നെ കൊടുക്കാം. ഓക്കെ, അങ്ങനെ പുട്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ട്. ഞങ്ങളൊരു പുട്ടുപൊടി ഞങ്ങൾ അങ്ങോട്ട് തരും. മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു അടിപൊളി പുട്ടുപൊടി നിങ്ങൾക്ക് തരുന്നു. ചേട്ടൻ അതൊരു പുട്ടായിട്ട് തിരിച്ചു തരുന്നു. ഓക്കെ, ഒരു റിക്വസ്റ്റ് എനിക്കുണ്ട്. എനിക്ക് പുട്ട് ഒറ്റയ്ക്ക് തിന്നാൻ പറ്റൂല, പപ്പടം കൂടെ വേണം. പപ്പടം കാച്ചുവോ? കാച്ചുമോ അല്ല, കാച്ചണം. ചേച്ചി പറ. കാച്ചണം. കാച്ചണം. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. യെസ്, അപ്പോ നമ്മുടെ മൈ ചോയ്സിന്റെ പുട്ടുപൊടി റെഡിയാണ്, ഒപ്പം ദേ പപ്പടം റെഡിയാണ്. ചേട്ടാ, ഐശ്വര്യമായിട്ട് ഇത് രണ്ടും വാങ്ങിച്ചാലും. താങ്ക് യു.
ഓക്കെ, ഇനി എങ്ങനെ ഉണ്ടാക്കണമെന്ന് എനിക്ക് വലിയ ധാരണയില്ല, എനിക്ക് അറിഞ്ഞൂടെ, ചേട്ടൻ തന്നെ ഒരു ഓക്കെ ഓക്കെ, ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നതാണ്. ശരി, ബെസ്റ്റ് ഫുഡ് ഉണ്ടാക്കി തരുന്നത്. ഓക്കെ സെറ്റ്. എങ്ങനെ തുടങ്ങാം ചേട്ടൻ തന്നെ പറയാം, എങ്ങനെയാണ് നല്ലൊരു പുട്ട് ഉണ്ടാക്കുന്നത്? ഓക്കെ, അപ്പോൾ എൻ്റെ കണ്ടിട്ടുള്ള അറിവനുസരിച്ചിട്ട് ആദ്യം നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് പുട്ടുപൊടിയും അതിന് ഈക്വലായിട്ടുള്ള വെള്ളം ഓൾറെഡി ഇതിനകത്ത് മെൻഷൻ ചെയ്ത് ബേസ് ചെയ്തിട്ട് അതും കൂടി വെച്ചിട്ട് ഞാനത് ക്രിയേറ്റ് ചെയ്ത് എടുത്തുതരാം. പിന്നെ അതിനകത്ത് തേങ്ങ ഇടണം, അതിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ലാസ്റ്റ് ആയോ നമുക്ക് പപ്പടം. ശരി, അപ്പൊ നല്ല ഗ്രാഹ്യമായ പഠനം നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് ഉണ്ണി. ഓക്കെ, അപ്പൊ തുടങ്ങാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ഐറ്റംസും ആയിട്ടുണ്ട്. എന്തായാലും ചേച്ചി ഭാഗ്യവതിയാണ്, ചേട്ടന് ഓരോന്ന് എവിടെ ഇരിക്കണേന്ന് വരെ കൃത്യമായിട്ട് അറിയാം. പല വീടുകളിലും അത് അറിഞ്ഞുകൂടാ. അത് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഇപ്പൊ പുതിയ വീടായതുകൊണ്ട് നമ്മളെ ഇതൊക്കെ സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ ഏതൊക്കെ കൊണ്ടുവന്ന് എവിടെയൊക്കെ വെച്ചെന്നുള്ള ഐഡിയ എന്റെ മനസ്സിലുണ്ടായിരുന്നു. നമ്മുടെ മൈ ചോയ്സിന്റെ ചെമ്പ പുട്ടുപൊടിയാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. എങ്ങനെയുണ്ട് പുട്ടുപൊടിയൊക്കെ? ഓക്കെ അല്ലേ? പുട്ടുപൊടി ഓക്കെയാണ്. ഞാനപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഒന്ന് മിക്സ് ആക്കി സെറ്റ് ചെയ്യാം. ഞാൻ ആലോചിക്കുന്നത് ഇതിന്റെ പുട്ടിന് വേണ്ടിയിട്ടുള്ള വെള്ളം കറക്റ്റ് അളവിലാണ് ചേട്ടൻ ഒഴിച്ചേക്കുന്നത്. എനിക്ക് ചേച്ചി നേരത്തെ പറഞ്ഞതിൽ സംശയമുണ്ട്. കാരണം ഹാഫ് കുക്ക്ഡ് ചപ്പാത്തി വെറുതെ ഇങ്ങനെ ആക്കി തരുള്ളൂ, മുട്ട മാത്രമേ പൊരിക്കുള്ളൂ, ഇതൊക്കെ പറഞ്ഞത് ഒന്നെങ്കിൽ വെറും കള്ളമാണ്, അല്ലെങ്കിൽ ചേട്ടന്റെ നൈസ് ആയിട്ടുള്ള സൈക്കോളജിക്കൽ മൂവ് ആണ്. ഏതാണ് ചേട്ടാ? അല്ല, സംഭവം സത്യം പറഞ്ഞു കഴിഞ്ഞാല് അതാണ് സൈക്കോളജിക്കൽ മൂവ്മെന്റ് ആണ്. ഇതൊക്കെ ചെയ്ത് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ സ്ഥിരമായിട്ട് ചെയ്യേണ്ടി വരും. അവര് പിന്നെ അടുക്കളയിലേക്ക് ചിലപ്പോൾ കയറില്ല. ഇപ്പൊ നമ്മള് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ടൂർ റൂമിലൊക്കെ ആണെങ്കിലും അത്യാവശ്യം കുക്കിങ്ങും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം. പക്ഷെ വീട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാവും, നമ്മളും കയറേണ്ടി വരും. അതുകൊണ്ട് തൽക്കാലം ഒന്നും പറയാണ്ട് പോയിക്കൊണ്ടിരിക്കും. ഇനി തീർന്ന് ചേട്ടൻ ലോക്കായി പോയി. ഇനി വീട്ടിൽ എന്നും രാവിലെ ഉച്ചയ്ക്കും വൈകിട്ട് ചേട്ടന്റെ വകയായിരിക്കും ഫുഡ്. അപ്പൊ ഏകദേശം പുട്ട് കുഴ റെഡിയായിട്ടുണ്ട്. ഞാനതൊരു കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് ഞാൻ ഉപ്പിന്റെ ബോട്ടിൽ ഇവിടെ വെച്ചിട്ടുണ്ട്. ഓക്കെ, ഞാൻ അടുത്ത് തരാം. ഓക്കെ, പുട്ടുപൊടി ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. നല്ല പുട്ടുപൊടിയാണ്, നല്ല ഇതായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് തേങ്ങ ഇരണ്ടി സെറ്റ് ചെയ്യാനുള്ള പരിപാടി നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിങ്ങനെ കുടിച്ചുകൊണ്ട് സംസാരിക്കാം, ചേട്ടൻ അവിടെ പണി എടുത്തുകൊണ്ട് സംസാരിച്ചോളൂ. നമുക്ക് കുറച്ച് അത്രയും മതിയല്ലോ അതിനുള്ള. എന്നോടാണ് ചോദിക്കണേ, എനിക്കറിഞ്ഞൂടാ ഇതെത്രയാണെന്ന് എനിക്കൊരു ധാരണയില്ല. നമുക്ക് ഒരു കണക്കുള്ള തേങ്ങ വേണ്ടി മതിയല്ലോ. അപ്പോൾ തേങ്ങ റെഡിയായിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള വെള്ളമായിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് 1-2 കാര്യങ്ങളുണ്ട്. അതിനകത്ത് നമ്മുടെ ഐറ്റം ഉണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ ഇട്ട് കഴിഞ്ഞത് മുഴുവൻ പണ്ട് ഒരു പ്രാവശ്യം ഇതുപോലെ നമ്മുടെ കുറച്ച് ഫ്രണ്ട്സായിട്ട് പോയപ്പോൾ ആള് ഇട്ടുകൊണ്ടേയിരിക്കുന്നു, പക്ഷെ അറിയത്തില്ല. അങ്ങനെ ഒരു വിഷയം പറ്റിയായിരുന്നു. ചില്ലുണ്ടോ അതിനകത്ത്? ചില്ലുണ്ട്. അപ്പോൾ അത്യാവശ്യത്തിനുള്ള ഒരാൾക്ക് കഴിക്കാനുള്ള കൂട്ടിനുള്ളതായിട്ടുണ്ട്. ബാക്കി നമുക്ക് കുറച്ച് തേങ്ങയും കൂടി ഇട്ടൊന്ന് ഭംഗിയാക്കാം. ചേച്ചി ഉണ്ടാക്കി തരുന്നതിൽ ഏറ്റവും ഇഷ്ടമുള്ള ഫുഡ് ഏതാണ്? എനിക്ക് കൂടുതൽ ഈ പറഞ്ഞ പോലെ പുട്ട് തന്നെയാണ്. പുട്ടിന്റെ തന്നെ പല വെറൈറ്റികൾ, ഈവൻ ചമ്പ, അതല്ലെങ്കിൽ ഗോതമ്പ്, അല്ലെങ്കിൽ അരി, അതായത് എല്ലാം ബ്രേക്ക്ഫാസ്റ്റിന് എനിക്ക് ഇത് തന്നെയാണ്. അതിന്റെ കൂട്ടത്തിൽ എന്തെങ്കിലും കറികൾ. പുട്ടിന്റെ കൂടെ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ട് ചേട്ടന് തോന്നുന്നത് എന്താണ്? നോൺ വെജ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ പൾസസ് ഏതെങ്കിലും കടലയോ പരിപ്പോ പയറോ അത് എല്ലാം ഓക്കെയാണ്. ഓൾമോസ്റ്റ് സെറ്റാണ്. ഏകദേശം എത്ര സമയം എടുക്കും? ബാക്കി കാര്യങ്ങളൊക്കെ ഇതുവരെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റാണ്. ഒരു വെള്ളം തിളച്ച് അതിൻ്റെ ആവി കയറി വന്ന് ഏകദേശം നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള പുട്ടാവാൻ ഒരു 10 മിനിറ്റ്സ് വേണം. 10 മിനിറ്റ്സ് വേണ്ടി വരും. അപ്പൊ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം ചേട്ടൻ പറയാം. ഞാനൊന്ന് കൈയൊന്ന് വാഷ്. ഓക്കെ,
10 മിനിറ്റ് നമുക്ക് സമയമുള്ളത് കൊണ്ട് ചേച്ചി എന്നോട് പ്രത്യേക ഒരു കാര്യം പറഞ്ഞായിരുന്നു. ചേച്ചി വീണു പോയത് ചേട്ടന്റെ പാട്ട് കേട്ടിട്ടാണെന്ന്. ചേട്ടൻ നല്ലൊരു പാട്ടുകാരനാന്ന് പറഞ്ഞു. ശരിയല്ല? ഏത് പാട്ട് വേണം? ചേട്ടനെ ഏറ്റവും ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്ന ഒരു പാട്ട്, ഒരു പ്രണയഗാനം. നമുക്ക് ഏതെങ്കിലും ഒരു നാടൻ പാട്ടോ? പിന്നെന്താ, നമുക്ക് താളം പിടിച്ച് പാടാം. ഓക്കെ, താളം പിടിച്ച് പാടാം. നമുക്ക് ഒരു കുക്കിംഗ് ഒക്കെ ആകുമ്പോൾ അതിന് പറ്റിയൊരു പാട്ട് സെറ്റ്. അതായിക്കോട്ടെ. കുട്ടനാടൻ കായലില്ലേ കൊച്ചുവെള്ളം തുഴയുമ്പോൾ പാട്ടൊന്ന് പാടടി കെറുമ്പി അന്തിക്കൂടങ്ങമത്തി ഞാൻ ഇളങ്ങണ്ട് കൊഴുത്തുമ്പോൾ പഴമത പറകടി പുള്ളിക്കുയിലേ പുള്ളിക്കുയിലേ ചുണ്ടത്തിൽ നീന്തേക്കാണ് കള്ളിക്കുയിലേ ഇന്നത്തിൽ നീലും പിടിക്കണ് വേമ്പനാട്ട് കായൽ തിരകൾ തുടിക്കുന്നു തകതി മിതികിതേ അമ്പിളി ചുണ്ടം വെള്ളം തുടിക്കുന്നു തകതികിതികിത് കുട്ടനാടൻ കായലിലെ കൊച്ചു വെള്ളം തുഴയും പാട്ടൊന്നു പാടടി കെറുമ്പി അന്തിക്കേളങ്ങമത്തി ഞാൻ ഇളങ്ങണ്ട് കുടിക്കുമ്പോൾ പഴങ്കഥ പറയടി പുള്ളിക്കുയിലേ. സൂപ്പർ, അടിപൊളി, നല്ല കിണ്ണ കാശ് പാട്ട്. ഈ ഒരു കുക്ക് ചെയ്യുന്ന സമയത്ത് നല്ല വൈബ് തന്നു ചേട്ടാ. പറഞ്ഞാലൊരു 10 മിനിറ്റ് സമയം നമുക്ക് അവിടെ അത് റെഡി ആവാൻ എടുക്കും. ആ സമയം കൊണ്ട് നമുക്ക് എന്തായാലും പപ്പടം വറുത്ത് ആ പരിപാടി എങ്ങനെ ക്ലോസ് ചെയ്ത് വെക്കാം. ബെറ്റർ അതായിരിക്കും എനിക്ക് തോന്നുന്നത്. ആ സമയം നമുക്ക് സേവ് ചെയ്യുകയും ചെയ്യാം. ഓക്കെ, നല്ല ചിന്തനം എന്തോ ഒരു വാക്ക് അതുണ്ട് ചേട്ടന്. നമുക്ക് ടൈമും എപ്പോഴും പ്രീഷ്യസ് ആണ്, നമുക്ക് വേസ്റ്റ് ചെയ്യണ്ട ടൈം. ഓക്കെ, അപ്പോൾ പപ്പടം റെഡി. ഓക്കെ, അപ്പോൾ നമ്മുടെ സാധനം സെറ്റാണ്. അപ്പോൾ ഒരു പ്ലേറ്റ് എടുത്ത് നമുക്ക് ഈ സാധനം ഇതിനകത്തേക്ക് ഇടാം. ഇത് പപ്പടവും കൂട്ടിയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് അങ്ങോട്ട് റെഡിയാക്കാം. ഓക്കെ, കുത്താനുള്ള സാധനമൊക്കെ എവിടെയെന്നുള്ളത് സത്യം പറഞ്ഞാൽ എനിക്ക് അറിയാത്തതുകൊണ്ട് നമുക്ക് തൽക്കാലം ഫോർക്ക് തന്നെ യൂസ് ചെയ്യാം. ഓക്കെ, പൊട്ടാതെ കിട്ടുമോ? അതെ, പൊട്ടാണ്ട് കിട്ടണം, അതാണ് ഇനി അടുത്തത്. സൂപ്പർ. ഒരു കുറ്റി പുട്ട് ഒന്നാകെ ഉണ്ട്, ചെറിയൊരു അത്. പക്ഷേ നമുക്ക് എന്താ പറയാ, അതിന് ഇത് തരാം, കൺസെഷൻ തരാം, അത് കുഴപ്പമൊന്നുമില്ല. ആഹാ, നമ്മുടെ മൈ ചോയ്സ് ചെമ്പ പുട്ടുപൊടിയുടെ നല്ല അടിപൊളി പുട്ടും പപ്പടവും ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ട് നിൽപ്പുണ്ട്. ഇതേ പുകയൊക്കെ പോകണമെന്നുണ്ട് ചേട്ടാ, ഇതെനിക്ക് ഇപ്പൊ തന്നെ കഴിക്കണം. അപ്പോൾ ഇത് കഴിക്കാൻ ഇതിന്റെ കൂടെ എനിക്ക് ഒരാളെയും കൂടെ ക്ഷണിക്കണം ഇത് കഴിക്കാനായിട്ട്. ഷെയർ ചെയ്ത് കഴിച്ചോളാം ഞങ്ങൾ. ചേട്ടൻ ഉണ്ടാക്കിയ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കൊതിച്ച ഒരാൾ അവിടെ നിൽപ്പുണ്ട്. അപ്പൊ അദ്ദേഹത്തെ ഞാൻ വിളിക്കട്ടെ? ഓക്കെ, റോസ് ചേച്ചി കം ഓൺ. അപ്പൊ നമുക്ക് ഇതുമായിട്ട് നേരെ ടേബിളിലേക്ക് പോകാം. ചേച്ചി എന്ത് തോന്നുന്നു? ഓക്കേ ചേട്ടാ, ആ സൂപ്പറിനകത്തൊരു നോട്ടം ഞാൻ കണ്ടു, പണി വരുന്നുണ്ട്. ഈ കുളിക്കൽ നാളെ മുതൽ ഞാൻ ഇതിനുള്ളിൽ കയറണം എന്നാണ് പുള്ളി ഉദ്ദേശിച്ചത്. സെറ്റാണ്, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ചേച്ചി പ്രഥമ ദൃഷ്ടിയാൽ ഇത് ഓക്കെ അല്ലേ? അപ്പൊ നമുക്ക് ഇത് കഴിച്ചു നോക്കണ്ടേ? സ്പൂണ് ഇതിനുള്ളിലുണ്ട്. സാൾട്ട് ഇത്തിരി കൂടിയാന്നൊരു സംശയം ഉണ്ടായിരുന്നു, കുഴപ്പമില്ല. നമ്മുടെ മൈ ചോയ്സ് പുട്ടുപൊടിയുടെ ചെമ്പ പുട്ടുപൊടി ഉണ്ടാക്കിയ പുട്ടാണ് ഈ കാണുന്നത്. നല്ല രസമുണ്ട്, ഇഷ്ടപ്പെട്ടാ നിങ്ങൾക്ക്? അപ്പൊ ഇനി നിങ്ങളിത് വാങ്ങിക്കൂലേ? ഉറപ്പായിട്ടും. ഓക്കെ, ഒരു കസ്റ്റമറിനെ കൂടി ഞാൻ പിടിച്ചു തന്നിരിക്കുന്നു. ശരി, അപ്പൊ എന്തായാലും ചേച്ചി ഹാപ്പി ആണോ? ഈ ഒരു സന്തോഷം നമുക്ക് കുറച്ചും കൂടെ അങ്ങ് കൂട്ടിയാലോ? അതായത് ഞാനൊരു ഓഫറുമായിട്ടാണ് വന്നേക്കുന്നത്. നമ്മുടെ പ്രോഗ്രാം ചേച്ചി കാണാറുള്ള കാര്യം ഒരു പൊതുവെ ആവില്ല, എന്നാലും ഞാൻ പറയുന്നു, നമുക്ക് ചേട്ടനൊരു ട്രീറ്റ് കൊടുക്കണ്ടേ? ഇത്ര നല്ല ഫുഡൊക്കെ നമുക്ക് ഉണ്ടാക്കി തന്നതല്ലേ? സന്തോഷാണോ? ഓക്കെ, അപ്പോ ഈ ട്രീറ്റ് വെറുതെ ഞാനങ്ങ് തരില്ല. ഈ ട്രീറ്റ് തരണമെങ്കിൽ ചേച്ചി പ്രോഗ്രാം കാണുന്നത് കൊണ്ട് അറിയുന്നുണ്ടായിരിക്കും, ഒരു ഗെയിം കളിച്ച് അതിനകത്ത് വിൻ ചെയ്യണം. റെഡിയാണോ? റെഡിയാണ്. ചേട്ടന് ഗെയിം കളിക്കാൻ താല്പര്യമുണ്ടോ? കൂടണ്ട, ചേട്ടന് പണി. ചേച്ചി ഒറ്റയ്ക്ക് എടുക്കട്ടെ. ഓക്കെ, ചേച്ചിക്ക് ഒരു വാശി, എന്റെ ഭർത്താവിന് എനിക്ക് ട്രീറ്റ് കൊടുക്കണം എന്നുള്ളൊരു വാശി ചേച്ചിയിൽ വേണം. റെഡി അല്ലേ?
സാധാരണ നമ്മുടെ എപ്പിസോഡ് കാണുന്നവർക്ക് അറിയാം, ആങ്കറിന്റെ കൂടെ ഈ ഒരു ഗെയിം കളിച്ച് അതിൽ വിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാറുള്ളൂ, നമ്മൾ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് കൊടുക്കാറുള്ളൂ. പക്ഷേ ഇത്തവണ തൊട്ട് ചെറിയൊരു ചേഞ്ച് വരുത്തിയിരിക്കുകയാണ്. വേറെ ഒന്നും കൊണ്ടല്ല, തോൽവി എനിക്ക് പുത്തരിയല്ല, പക്ഷേ എപ്പോഴെപ്പോഴും തോൽക്കുമ്പോൾ ഒരു മനസ്സിനൊരു വിഷമം. അതുകൊണ്ട് ഞാനങ്ങ് മാറി നിന്ന് ഈ ഒരു ഗെയിം നിശ്ചിത സമയത്തിനുള്ളിൽ ചേച്ചി തീർക്കുകയാണെങ്കിൽ അപ്പോഴാണ് ചേച്ചിക്ക് ഈ ഒരു ഗിഫ്റ്റ് കിട്ടുള്ളൂ. മനസ്സിലായോ? ഓക്കെ, അപ്പോൾ ഈ പ്രോപ്പർട്ടി കണ്ടല്ലോ. ഗെയിം എന്താണെന്ന് എന്തെങ്കിലും ഐഡിയ ഉണ്ടോ? ഇല്ല. അപ്പോൾ ഞാൻ പറഞ്ഞുതരാം, ശ്രദ്ധിച്ച് കേട്ടോളണം. ഓക്കെ, ഇതിനകത്ത് 3 ഗ്ലാസ് വെച്ചിട്ടുണ്ട്, 3ലും ഓരോ കീയും ഞാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, ആദ്യം ഒരു കീ ഞാൻ എടുക്കുന്നു, എന്നിട്ട് ഇവിടെ ഇങ്ങനെ വെക്കുന്നു, കണ്ട. രണ്ടാമത്തേത് എടുക്കുന്നു, വെക്കുന്നു, ഇതേപോലെ മൂന്നാമത്തേതും എടുത്ത് ഇങ്ങനെ വെച്ച്, കണ്ട. ഇനി എൻ്റെ കയ്യിലുള്ളൊരു ഈ ഒരു കീ കണ്ട, ഈ കീ വെച്ച് നമ്മൾ ഇങ്ങനെ ഒന്ന് തട്ടണം. അപ്പോൾ തട്ടുമ്പോൾ എന്ത് സംഭവിക്കും? കീ ഇങ്ങനെ ഫ്ലിപ്പ് ചെയ്യും. ഈ ഫ്ലിപ്പ് ചെയ്തിട്ട് ആ കീ ഇതിനകത്ത് വന്ന് വീഴണം. അങ്ങനെ ഈ 3 ഗ്ലാസ്സിലും 1 മിനിറ്റിനുള്ളിൽ ചേച്ചി കീ നിറയ്ക്കുകയാണെങ്കിൽ ചേച്ചിക്ക് നമ്മുടെ എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ലഭിക്കുന്നതായിരിക്കും. റെഡിയാണോ? എൻ്റെ കയ്യിൽ ടൈമർ ഉണ്ട്, എന്നെ പറ്റിക്കാൻ നോക്കണം, ഞാൻ കറക്റ്റ് നോട്ട് ചെയ്യും. ഓക്കെ, ചേട്ടന് വേണ്ടി നമുക്കിത് ജയിക്കണ്ടേ? ട്രൈ ചെയ്യാം. ഓക്കെ, സോ ചേച്ചി ഇങ്ങോട്ട് നിന്നോളൂ. എൻ്റെ കയ്യിലുള്ള കീ ഞാൻ ചേച്ചിക്ക് ഹാൻഡ് ഓവർ ചെയ്യുന്നു. ചേച്ചി റെഡിയാണോ? പേടിയുണ്ടോ? പേടിയുണ്ട്. പേടിയുണ്ടെങ്കിൽ നമുക്കൊരു ഇത് കിട്ടുള്ളൂ. ഏത്? ജയിക്കാനുള്ളൊരു ത്വര. ഓക്കെ, ശരി. അപ്പോൾ ഞാൻ ടൈമർ സ്റ്റാർട്ട് ചെയ്യട്ടെ? ഓക്കെ, സോ ചേച്ചി യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ഓ, 10 സെക്കൻഡായി. 25 സെക്കൻഡ് കഴിഞ്ഞു. ചേച്ചി ഇനി വെറും 20 സെക്കൻഡ്. ചേച്ചി കമോൺ, സ്പീഡപ്പ് ആക്ക്, പെട്ടെന്നാവട്ടെ. 15 സെക്കൻഡ്, 10 സെക്കൻഡ്. ചേച്ചി 5 4 3 2 1 സ്റ്റോപ്പ്. ചേച്ചി എന്തായാലും ചേച്ചി നല്ല അടിപൊളിയായിട്ട് ഗെയിം കളിച്ചു. കാരണം ഇത് പറയാൻ കാരണം ഈ ആദ്യത്തെ കീ ചേച്ചി വീഴ്ത്തിയത് ആദ്യത്തെ 10 സെക്കൻഡിനകത്താണ്. സോ അത് ഭയങ്കര കണ്ണിങ് ആയിട്ട് ഇങ്ങനെ നോക്കിയിട്ടു. പിന്നെ രണ്ടാമത്തെ മൂന്നാമത്തെ എന്താണ് സംഭവിച്ചത്? ചെറിയൊരു പേടി വിറക്കണ, കൈ വിറയ്ക്കാൻ തുടങ്ങി. ആദ്യത്തെ ചേച്ചപ്പോ അയ്യോ ഇനി ബാക്കി വീട്ടില്ലെങ്കിൽ നാണക്കേടാവോ എന്നുള്ള പേടിയാണോ? ഓക്കെ, ചേച്ചിക്ക് നമ്മുടെ ട്രീറ്റ്, എക്സ്ക്ലൂസീവ് ഗിഫ്റ്റ് ആയിട്ടുള്ള ട്രീറ്റ് ഇന്ന് ലഭിക്കുന്നതല്ല. വിഷമായോ? വിഷമോ ഇല്ലേ? അപ്പൊ കുഴപ്പമില്ല, ബാക്കി കൊണ്ടുവന്നിരിക്കുന്ന സമ്മാനങ്ങളൊക്കെ ഞാൻ വീട്ടിലേക്ക് കൊണ്ടുപോയിക്കോളാം. അത് കൊണ്ടുപോട്ടെ. സസ്പെൻസ് ആയിരുന്നല്ലോ ഈ ഗെയിം, അപ്പോൾ ഗിഫ്റ്റ് പ്രതീക്ഷിച്ചില്ല. ഓക്കെ, അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് മാത്രമേ ചേച്ചിയുടെ കയ്യിൽ നിന്ന് പോയിട്ടുള്ളൂ. വേറെയും നമ്മുടെ കയ്യിൽ അടിപൊളി ഗിഫ്റ്റ്സ് വേറെയുണ്ട്. അത് വേണോ? കിട്ടിയാൽ കൊള്ളാം. ഓക്കെ, ശരി. അപ്പോൾ ആ ഗിഫ്റ്റ് ഏറ്റുവാങ്ങുന്നതിനായിട്ട് നമുക്ക് ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരും ക്ഷണിക്കാം. അങ്ങനെ നമ്മുടെ ഗെയിമിന്റെ പ്രോപ്പർട്ടീസ് ഒക്കെ മാറിയിട്ട് ഇവിടെ ഗിഫ്റ്റ്സ് വന്നിരിക്കുകയാണ്. അത് ഏറ്റുവാങ്ങാനായിട്ട് ഫാമിലി മൊത്തം ഇവിടെ എത്തിയിട്ടുണ്ട്. ചേട്ടാ, ഗെയിം കണ്ടായിരുന്നോ? എങ്ങനെയുണ്ടായിരുന്നു ഒരു എക്സ്പീരിയൻസ്? നോക്കി നിന്ന് കണ്ട് ഇങ്ങനെ രസിക്കുന്ന ഭാര്യ പെടുന്നത് കാണുമ്പോൾ ഒരു സുഖം, ഒരു മനസ്സുഖം ഉണ്ടായിരുന്നു. എന്നെ പിടിപ്പിച്ചല്ലേ. ഓക്കെ, എവിടെ ചേട്ടന്റെ ഒരു ഐഡിയയിൽ എവിടെ വെച്ചായിരിക്കും? എന്താണ് ചേച്ചിക്ക് എവിടെ മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടാവുക? അത് ആ ഫസ്റ്റ് തന്നെ ഞാൻ ആ ഫസ്റ്റ് വീണപ്പോൾ ഞാൻ അവിടുത്തെ ചിലപ്പോൾ അത് വിൻ ചെയ്യുന്നു വിചാരിച്ചു. പിന്നെ എനിക്ക് തോന്നുന്ന ആൾക്ക് ടെൻഷനായി. ഓക്കെ, ടെൻഷൻ പാർട്ടിയാണോ പൊതുവേ? അത്യാവശ്യം ടെൻഷൻ ഉണ്ട്, പക്ഷെ എനിക്ക് തോന്നുന്നു ഇത്രയും ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അത് ക്യാമറ ഒക്കെ വരുമ്പോൾ എല്ലാവരും, ചേട്ടനാണെങ്കിൽ നേരെ തിരിച്ച ക്യാമറ വരുമ്പോൾ ചേട്ടൻ ഭയങ്കര ലാവിഷാണ് എല്ലാ കാര്യവും. ഓക്കെ, സോ എന്തായാലും ഗിഫ്റ്റ്സ് വാങ്ങാൻ റെഡി അല്ലേ? ഓക്കെ, സോ ആദ്യം തന്നെ മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസിന്റെ നല്ലൊരു സമ്മാനം. മൈ ചോയ്സ് പുട്ട്, 4 ആൾ അറിയുന്ന പുട്ട്. അടുത്തത് മോസ്റ്റ് കൺസ്യൂമേഴ്സ് പ്രിഫേർഡ് ബ്രാൻഡായ സ്പൈസ് കേക്കിന്റെ നല്ലൊരു അടിപൊളി പുഡിംഗ് കേക്ക്. വീട്ടിൽ വരുന്ന അതിഥികളെ സൽക്കരിക്കാൻ റൂക്ക അതിഥിയുടെ ബേക്കറി പ്രൊഡക്ട്സുകൾ തന്നെയാണ് വിശ്വസനീയം. റൂക്ക അതിഥിയുടെ നല്ലൊരു അടിപൊളി കേക്ക്. ചേട്ടാ ഹാപ്പി അല്ലേ? കുറെ ഗിഫ്റ്റ് ഒക്കെ കിട്ടി. യെസ്, ചേട്ടൻ നല്ലൊരു അടിപൊളി പൊളി വൈബായിരുന്നു കേട്ടോ. അടിപൊളി. ചേട്ടൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഫുഡ് കഴിക്കാനും ഫുഡ് ഉണ്ടാക്കി കൊടുക്കാനുള്ള അവസരങ്ങൾ കിട്ടട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. എനിവേ, നിങ്ങൾക്കും നിങ്ങളുടെ ഭർത്താവിനോ അല്ലെങ്കിൽ വീട്ടിലുള്ള ആർക്കെങ്കിലും എന്തെങ്കിലും പണി കൊടുക്കണമെന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന ഈ മെയിൽ ഐഡിയിലേക്ക് ഉടൻ തന്നെ ഡീറ്റെയിൽസ് അയച്ചോളൂ. ഓക്കെ, നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ് അപ്പോൾ വൈൻഡ് അപ്പ് ചെയ്യുകയാണ്. ഇറ്റ്സ് മീ അമീൻ സൈനിങ് ഓഫ് ഫ്രം മൈ ചോയ്സ് പുട്ടുപൊടി ആൻഡ് സ്പൈസസ് ഫൺ ഫാമിലി. ബൈ.